ടൈറ്റാനിയം എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്പോർട്സ് മീറ്റ് നടത്തി. ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ജീവനക്കാർക്കും കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കുമായാണ് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത്. ടൈറ്റാനിയം എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത്. ക്ലബിന്റെ 35ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു പരിപാടി. ജീവനക്കാർക്കും കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കുമായാണ് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത്. KMML യൂണിറ്റ് ഹെഡ് MU വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശശുദ്ധി തന്നെ നമ്മുടെ ഇടയിലുള്ള ഒത്തൊരുമയും കൂട്ടായ്മയും ഒരു ടീം എന്ന നിലയിൽ KMMLന്റെയും അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിന്റെ വളർച്ചയ്ക്കും ഉതകുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് കലാകായിക മത്സരങ്ങൾ നമ്മൾ വീക്ഷിക്കുന്നത്. കലാകായിക മത്സരങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും മത്സരങ്ങൾ അല്ലെങ്കിൽ സമ്മാനങ്ങൾ നേടുക എന്ന് മാത്രമല്ല, നമ്മുടെ പാർട്ടിസിപ്പേഷൻ, നമ്മുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് ഈ പരിപാടി. ഫസ്റ്റ് കിട്ടുക സെക്കൻഡ് കിട്ടുക എന്നതിലുപരി ഒരു ടീം മെമ്പർ എന്ന നിലയിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മപരിശോധന കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ കുട്ടികളും എല്ലാം ഒരു ഒത്തൊരുമയോടുകൂടി ഒരു കുടുംബം പോലെ ടൈറ്റാനിയം എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബിനെ പരിപോഷിപ്പിച്ച് മുൻനിർത്തി മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിരൂപിക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു സ്പോർട്സ് ഇവന്റ് ആണ്. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും കായികങ്ങളുടെ കാര്യങ്ങൾക്കായാലും നമുക്ക് അപകടങ്ങളോ അബദ്ധങ്ങളോ ഒന്നും വരാതെ ഒരു ചെറിയ ഒരു തട്ടലോ മുട്ടലോ ഒഴിവാക്കാതെ മാക്സിമം ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ ടെക്കിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകിച്ച് വിശിഷ്യ സ്പോർട്സ് കൺവീനർമാർ ശ്രദ്ധിക്കണം. വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി സൂപ്രണ്ട് സുഗതൻ, യൂണിയൻ നേതാക്കളായ സുരേഷ് പാലങ്ങാട്ട്, ഷാജി, നഹാസ്, മനോജ് മോൻ, ടെർക്ക് ആർട്സ് കൺവീനർ സിറാജ്, സ്പോർട്സ് കൺവീനർ ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു. മിറാഷ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിവിധ കലാമത്സരങ്ങൾ നടന്നു. വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി നടത്തിയ മത്സരങ്ങളിൽ 400-ലധികം പേരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചവറ.